നമസ്കാരം. CPM നേതാവിനോട് അപമര്യാദയായി പെരുമാറിയെന്ന പരാതിയിൽ പോലീസ് ഉദ്യോഗസ്ഥർക്ക് സസ്പെൻഷൻ നൽകിയിരിക്കുന്നു. കൊല്ലം അഞ്ചൽ പോലീസ് സ്റ്റേഷനിലെ ഗ്രേഡ് SI V അനിൽകുമാർ, CPO S ഷമീർ എന്നിവരെയാണ് സസ്പെൻഡ് ചെയ്തിരിക്കുന്നത്. പുനലൂർ DYSP K സ്റ്റുവർട്ട് കീലറുടെ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് ഇരുവരെയും സസ്പെൻഡ് ചെയ്തിരിക്കുന്നതെന്നതാണ് റിപ്പോർട്ട്. CPM അഞ്ചൽ ഏരിയ കമ്മിറ്റി അംഗം C രവീന്ദ്രനാഥിനോട് മോശമായി പെരുമാറിയെന്ന് ആരോപിച്ചിട്ടാണ് വിചിത്ര നടപടി. CPO ഷമീറിനോട് അനുവാദം ചോദിക്കാതെ സ്റ്റേഷനിൽ കയറി പ്രതികളുമായി സംസാരിച്ച് വക്കാലത്ത് ഒപ്പിടിക്കാൻ ശ്രമിച്ചപ്പോൾ പോലീസുകാർ തടഞ്ഞു. ഇതാണ് ഈ സംഭവത്തിന് ആസ്പദമായ കാരണം. ഇത് രവീന്ദ്രനാഥിനെ പ്രകോപിപ്പിച്ചു. തുടർന്ന് പോലീസ് ഉദ്യോഗസ്ഥരുമായി വാക്കേറ്റമുണ്ടാകുന്നു. പിന്നാലെ ഇയാൾ മുഖ്യമന്ത്രിക്ക് ഉൾപ്പെടെ പരാതി നൽകുന്നു. CCTV ദൃശ്യങ്ങൾ പോലും പരിശോധിക്കാതെ റിപ്പോർട്ട് നൽകിയെന്ന ആരോപണം ശക്തമാകുന്ന സാഹചര്യമാണ് ഇപ്പോഴുള്ളത്. കേരളത്തിൽ ജീവിക്കണമെങ്കിൽ നിലവിൽ CPMന്റെ തീരുമാനങ്ങൾക്കൊപ്പം മാത്രം നിന്നേ മതിയാകൂ എന്ന കാര്യങ്ങളാണ് ഇതിൽ നിന്നെല്ലാം ഇവർ പുറത്തുവിടുന്നത്. അതായത് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് നടന്ന കാര്യങ്ങളൊക്കെ എടുത്തു നോക്കുകയാണെങ്കിൽ എല്ലാവരുടെയും CPM സഖാക്കന്മാരുടെ ആധിപത്യമാണ് നാം കണ്ടത്. കേരള പോലീസ് ഉദ്യോഗസ്ഥർക്കിടയിൽ ഗുണ്ടാബന്ധമുള്ള നിരവധി പേരുണ്ട് എന്ന് പറഞ്ഞ് ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ മുഖ്യമന്ത്രിക്ക് കത്തയക്കുന്നു. ആ കത്തയച്ച പിറ്റേ ദിവസം തന്നെ ആ പോലീസ് ഉദ്യോഗസ്ഥനെ സസ്പെൻഡ് ചെയ്യുന്നു. കഴിഞ്ഞ ദിവസം കണ്ണൂരിൽ കണ്ടെത്തിയിട്ടുള്ള ബോംബ് സ്ഫോടനത്തിന് പിന്നാലെ ആ ബോംബുകൾ ഉണ്ടാക്കുന്നതിനെല്ലാം പിന്നിൽ CPM സഖാക്കന്മാരാണെന്ന് വ്യക്തമാക്കിയതോടെ സിനി എന്ന പെൺകുട്ടിയെ ഭീഷണിപ്പെടുത്താൻ സഖാക്കന്മാർ വീട്ടിലെത്തിയെന്ന റിപ്പോർട്ടും സിനിക്കെതിരെ സൈബർ ആക്രമണങ്ങൾ ഉണ്ടാകുന്നു എന്ന റിപ്പോർട്ടും മേയർ ഡ്രൈവർ തർക്കത്തിൽ യദുവിന് സംഭവിച്ചതെല്ലാം ഇതിന്റെ തെളിവ് തന്നെയാണ്. എല്ലായിടത്തും സഖാക്കന്മാർ സേഫ് ആയിക്കൊണ്ടിരിക്കുന്നു. തെറ്റ് അവരുടെ ഭാഗത്താണെങ്കിൽ പോലും നിയമം അവർക്കൊപ്പം നിൽക്കുന്നു. അല്ലെങ്കിൽ ഇടത് സർക്കാർ അവർക്കൊപ്പം നിയമത്തെ മാറ്റിമറിക്കുന്നു. അതേപോലെ തന്നെയാണ് കുറച്ചു ദിവസങ്ങൾക്ക് മുമ്പ് പത്തനംതിട്ടയിലെ വനമേഖലയിലെ ഫോറസ്റ്റ് ഓഫീസർമാർക്ക് നേരെ ആക്രമണ സ്വഭാവത്തോടെയുള്ള ഭീഷണി പ്രസംഗം നടത്തിയ സഖാക്കന്മാരുടെ ആ ഒരു സംഭവത്തിലും നാം കണ്ടത്. സഖാക്കന്മാർ ഈ സർക്കാർ ഉദ്യോഗസ്ഥരെ കയ്യും കാലും വെട്ടി വീട്ടിലിരുത്തും, ജീവന് പോലും ഭീഷണിയാണ്, ഞങ്ങളെ സൂക്ഷിക്കണമെന്നെല്ലാം പ്രസംഗിക്കുമ്പോൾ അതിനൊന്നുമെതിരെ നടപടിയെടുക്കാൻ ഇന്നാട്ടിലെ പോലീസുകാരെ കൊണ്ട് സാധിക്കാത്തതാണോ, അതോ അല്ലെങ്കിൽ ഏതെങ്കിലും ഉന്നത ഉദ്യോഗസ്ഥരുടെ നിർദ്ദേശപ്രകാരം അല്ലെങ്കിൽ കർശനമായിട്ടുള്ള ഉത്തരവ് പ്രകാരം നടപടി എടുക്കാത്തതാണോ എന്ന ചോദ്യങ്ങളൊക്കെ അവിടെ അവശേഷിച്ചു നിൽക്കുകയാണ്. അതുമല്ല എങ്കിൽ ഈ സഖാക്കന്മാർക്കെതിരെ നടപടിയെടുക്കാൻ പേടി പോലീസുകാർക്കും ഉണ്ടാകും. പേടിക്കാതിരിക്കാനുള്ള ഒരു വകുപ്പുമില്ല. അത് തന്നെയാണ് നമ്മളിപ്പോൾ ഇവിടെ കണ്ടത്. ഒരു സഖാവിനെതിരെ സംസാരിച്ചതിന്റെ പേരിലാണ് 2 ഉദ്യോഗസ്ഥർക്ക് ഇപ്പോൾ സസ്പെൻഷൻ കിട്ടിയിരിക്കുന്നത്. എന്തായാലും ഇത്തരത്തിൽ സഖാക്കന്മാരുടെ അക്രമ രാഷ്ട്രീയത്തിന് യാതൊരു അവസാനവുമില്ല. ഇതിനെല്ലാം കേരളത്തിലെ നിയമവ്യവസ്ഥ തന്നെ സപ്പോർട്ട് ചെയ്യുന്നു എന്നതാണ് ദയനീയമായി പറയേണ്ടിയിരിക്കുന്നത്. അതിന്റെ ഏറ്റവും വലിയ ഇര കൂടെയാണ് ഇപ്പോൾ CPM നേതാവിനോട് അപമര്യാദയായി പെരുമാറി എന്ന് പറഞ്ഞുകൊണ്ട് ആ പരാതിയിൽ പോലീസ് ഉദ്യോഗസ്ഥരെ സസ്പെൻഡ് ചെയ്തിരിക്കുന്നു എന്ന വാർത്ത പുറത്തു വരുമ്പോൾ പറയേണ്ടിയിരിക്കുന്നത്. കൊല്ലം അഞ്ചൽ പോലീസ് സ്റ്റേഷനിലെ ഗ്രേഡ് SI V അനിൽകുമാർ, CPO ആയിട്ടുള്ള S ഷമീർ എന്നിവർ സസ്പെൻഷൻ നേരിട്ടിരിക്കുന്നത് എന്ന് പറയുന്നത് വെറുതെ മോശമായി പെരുമാറിയതല്ല. ജയിലിൽ കിടക്കുന്ന ഒരാളെ കാണാൻ, അതും പോലീസുകാരുടെ സമ്മതമില്ലാതെ പോലീസ് സ്റ്റേഷനിലേക്ക് കയറി ചെന്നതിന്റെ അടിസ്ഥാനത്തിൽ അദ്ദേഹത്തെ പിന്നോട്ട് കൊണ്ടുവരാൻ വേണ്ടി ശ്രമിക്കുന്നതിന്റെ അടിസ്ഥാനത്തിലാണ് ഇങ്ങനെ ഒരു പരാതി വന്നത്. സഖാവിനോട് മോശമായി പെരുമാറിയിരിക്കുന്നു എന്നതിന്റെ അടിസ്ഥാനത്തിൽ 2 പോലീസുകാരെ നിയമവിധേയമാക്കി സസ്പെൻഡ് ചെയ്തിരിക്കുകയാണ്. ഇതാണ് കേരളത്തിൽ നിയമവും കോടതിയും എല്ലാം സഖാക്കന്മാരും ഇടത് നേതാക്കന്മാരും മാത്രമാണ് എന്ന് പറയാൻ ഏറ്റവും വലിയ ഉദാഹരണമായി മാറുന്നൊരു സംഭവം.